ഹിന്ദുസ്ഥാൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ പാപ്പനംകോട് പ്രവർത്തനം ആരംഭിക്കുന്നു. സെന്ററിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 6-ന് വൈകുന്നേരം വി ശിവൻകുട്ടി MLA നിർവഹിക്കും. ആയുർവേദത്തിന്റെ സവിശേഷതകൾ വിളിച്ചോതിയാണ് ഹിന്ദുസ്ഥാൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിവിധ രോഗങ്ങൾക്കുള്ള പ്രകൃതിദത്തമായ ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. റെജുനേഷൻ പാക്കേജ്, റിലാക്സേഷൻ പാക്കേജ്, വെയ്റ്റ് പ്രൊഡക്ഷൻ പാക്കേജ്, പോസ്റ്റ് പ്രഗ്നൻസി പാക്കേജ്, ബ്രൈഡ് ആൻഡ് ഗ്രൂം പാക്കേജ് തുടങ്ങി നിരവധി ആയുർവേദിക് പരിചരണങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പരിചരണങ്ങൾക്കായി ഈ മേഖലയിലെ അനുഭവസമ്പത്തുള്ള ഡോക്ടേഴ്സിനെയും സജ്ജമാക്കിയിട്ടുണ്ട്. രോഗശാന്തിക്കായി നിലവാരമുള്ള മരുന്നുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 6-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കൌൺസിലർ ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി കൈമനം പ്രഭാകരൻ, VS വിജയരാഘവൻ, സോമശേഖരപിള്ള തുടങ്ങിയവർ പങ്കെടുക്കും. ഹിന്ദുസ്ഥാൻ ആയുർവേദ ഹെൽത്ത് കെയർ എന്ന എൻ്റെ വളരെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലിയൊരു സ്ഥാപനം എന്നൊന്നും ഞാൻ അവകാശപ്പെടുത്തില്ല. എന്നാൽ തന്നെ ഇവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ഇവിടുത്തെ ഒരു ലക്ഷ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ അതിന്റെ എല്ലാ സാധ്യതകളും മുതലെടുത്ത് എന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിനെ ആ മുതലെടുത്ത് കൊണ്ട് വളർത്തുക എന്ന ഉദ്ദേശമാണ്. അല്ലാതെ ആയുർവേദത്തിൽ നിന്ന് ചൂഷണം ചെയ്ത് പൈസ ഒന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല, ആയുർവേദത്തിനെ ഏതെല്ലാം രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാം, എന്തെല്ലാം സ്കോപ്പ് അതിലുണ്ട്. ആയുർവേദത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ പ്രോഗ്രാം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കിഡ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കിഡ്സ് സുഖ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ആശയം എന്തെന്ന് പറഞ്ഞാൽ എത്രയും കുട്ടികളിൽ നമുക്ക് ആയുർവേദം എത്തിക്കാൻ പറ്റും. കാരണം 40 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ആയുർവേദം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൽ അതിന്റെ പ്രവർത്തനം ഉണ്ടായി വരാൻ സമയമെടുക്കും. പക്ഷെ കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 7 വയസ്സ് മുതലുള്ള കുട്ടികളിലൊക്കെ നമ്മൾ ആയുർവേദം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്കൂൾ തലത്തിൽ നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ കുട്ടികളിൽ മാക്സിമം ആയുർവേദം എത്തിക്കുക, അവരിൽ ആയുർവേദം വളർത്തിയെടുക്കുക, നല്ലൊരു നാളെ അവരിൽ നിന്ന് വാർത്തെടുത്ത് ആയുർവേദത്തിന് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഭാരതത്തിന് കൊടുക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഫോറിൻ കൺട്രീസിലേക്ക് എത്രയും ആയുർവേദം എത്തിക്കാൻ പറ്റുമോ അവർക്ക് ക്ലാസ് എടുക്കുക. ഫോറിനേഴ്സിന് നമ്മുടെ ആയുർവേദം എന്തെന്നുള്ള ബേസിക് തിങ്സ്, അവർക്ക് എന്താണ് നമ്മുടെ ആയുർവേദത്തിന്റെ സ്കോപ്പ്, എന്താണ് ആയുർവേദത്തിൽ എന്തെല്ലാം അസുഖങ്ങൾക്ക് നമുക്ക് ചികിത്സ കൊടുക്കാം, അതിൽ എത്രത്തോളം സക്സസീവ് റിസൾട്ട് കൊടുക്കാം. സോ ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടല്ല, വേൾഡ് വൈഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ചെറിയ സ്ഥാപനം തുടങ്ങുന്നത്. പ്രകൃതിദത്തമായ ചികിത്സകൾ നമ്മിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ ജനങ്ങളിലേക്ക് തുറന്നു കാട്ടുകയാണ് ഹിന്ദുസ്ഥാൻ ആയുർവേദിക് ഹെൽത്ത് കെയർ. രാജശ്രീ അപ്പാർട്ട്മെന്റിൽ നിന്നും ക്യാമറാമാൻ രതീഷിനോടൊപ്പം ഷാനു, മീഡിയ പ്ലസ്.